IPL മാച്ച് നമ്പർ 20 അവസാനിച്ചപ്പോൾ വാങ്കഡയിൽ റെക്കോർഡ് വിജയമായിരുന്നു RCB നേടിയത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച മുംബൈ ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ആദ്യ ഓവറിൽ സോൾട്ട് പുറത്തായെങ്കിലും കോഹ്ലി പടിക്കൽ ജോഡി ഗംഭീര തുടക്കമായിരുന്നു RCBക്ക് പവർ പ്ലേയിൽ നൽകിയത്. കോഹ്ലി നല്ല ടൈമിങ്ങോടെ ബാറ്റ് വീശിയപ്പോൾ പടിക്കലും നല്ല കമ്പനി കോഹ്ലിക്ക് കൊടുത്തു. പവർ പ്ലേയിൽ 73-1 RCB സ്കോർ. പവർ പ്ലേ കഴിഞ്ഞ് ആദ്യ ടൈം ഔട്ട് വരെ ഇതേ ടെമ്പോ RCB കീപ്പ് ചെയ്തെങ്കിലും 10ാം ഓവർ മുതൽ ചെറിയൊരു സ്ലോ ഡൗൺ RCB ബാറ്റിംഗിൽ വന്നിരുന്നു. MI ഗെയിം തിരിച്ചു പിടിക്കുകയാണ് എന്ന് തോന്നിച്ചപ്പോഴായിരുന്നു പട്ടിദാറിന്റെ പിൻബലത്തിൽ മറ്റൊരു അറ്റാക്ക് വന്നത്. കോഹ്ലി ഔട്ടായി ജിതേഷ് ക്രീസിലെത്തിയതോടെ റൺസ് ഒഴുകാൻ തുടങ്ങി. ടോപ്പ് ഫിനിഷ് RCBക്ക് കിട്ടിയതോടെ 221-5 എന്ന നിലയിലാണ് മത്സരം അവസാനിച്ചത്. ടീമിന്റെ ഡെത്ത് ഓവർ ബാറ്റിംഗ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഔട്ട്സൈഡ് ഓഫിൽ പന്തെറിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മുംബൈയുടെ പ്ലാൻ ഓഫിലേക്ക് ഇറങ്ങി ലെഗ് സൈഡിലേക്ക് 6 പറത്തിയായിരുന്നു ജിതേഷും പട്ടിദാറും തകർത്തത്. ബേസിക്കലി അറ്റാക്കിങ്ങിന് വന്നതോടെ എവിടെ പന്തെറിയണമെന്ന് പോലും MI താരങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ബുംറ മാത്രമായിരുന്നു ഇവിടെ കുറച്ചെങ്കിലും പിടിച്ചു നിന്നത്. ഹാർദിക് ബെറ്ററായി തന്നെ ബൗളേഴ്സിന്റെ മത്സരത്തിൽ ഇന്നലെ ഉപയോഗിച്ചിരുന്നു. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രോഹിത്, റിക്കൾട്ടൺ എന്നിവരെ പവർ പ്ലേയിൽ നഷ്ടമായപ്പോൾ 54-2 എന്ന നിലയിലായിരുന്നു മുംബൈ 6ാം ഓവറിലെത്തിയത്. എന്നാൽ പവർ പ്ലേ കഴിഞ്ഞും സൂര്യകുമാർ യാദവ്, വിൽ ജാക്സ് തുടങ്ങി 2 പേർക്കും കാര്യമായ റൺസ് ഉയർത്താൻ പറ്റാതെ പോയത് മുംബൈയുടെ ചേസിനെ നന്നായി തന്നെ ബാധിക്കുന്നുണ്ടായിരുന്നു. നോർമലി സൂര്യയ്ക്ക് കിട്ടുന്ന ടൈമിംഗ് ഇന്നലെ മത്സരത്തിൽ കിട്ടാതെ പോയപ്പോൾ 7 മുതൽ 12 വരെയുള്ള ഓവറുകളിൽ വെറും 45 മാത്രമായിരുന്നു മുംബൈക്ക് കിട്ടിയത്. ഗെയിം വലിയ മാർജിനിൽ തന്നെ മുംബൈ തോക്കുമെന്ന് തോന്നിച്ചപ്പോഴായിരുന്നു ഹാർദിക് വന്ന് മത്സരത്തിന്റെ ടോട്ടൽ മൊമെന്റം മാറ്റിയത്. പിന്നീട് വന്ന 4 ഓവറിൽ 71 റൺസാണ് ഹാർദിക് തെലുങ്ക് ജോഡി അടിച്ചുകൂട്ടിയത്. ഇമ്പോസിബിൾ എന്ന് തോന്നിയ ഒരു ചേസ് കംഫർട്ടബിളായ വിൻ എന്ന നിലയിലേക്ക് മാറിയതുപോലെ തോന്നി. എന്നാൽ ഭുവി 18ാം ഓവറിൽ തെലുങ്കിനെയും ഹേസൽവുഡ് 19ാം ഓവറിൽ ഹാർദിക്കിനെയും പുറത്താക്കിയതോടെ മൊമെന്റം RCBയുടെ ഭാഗത്തേക്ക് തിരിയുകയാണ് ചെയ്തത്. ലാസ്റ്റ് ഓവറിൽ കൃണാൽ പാണ്ഡ്യ 3 വിക്കറ്റ് എടുത്തതോടെ 12 റൺസിന് RCB വിജയിക്കുകയാണ് ചെയ്തത്. ഏറ്റവും ഇമ്പോർട്ടൻ്റായ 19ാം ഓവർ ഹേസൽവുഡിന് തന്നെ കൊടുത്ത പട്ടിദാറിന്റെ തീരുമാനം മത്സരത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കാരണം ആ ഓവറിൽ ഹാർദിക് പുറത്തായിട്ടില്ലായിരുന്നുവെങ്കിൽ 20ാം ഓവറിൽ സ്പിൻ എന്നത് RCBക്ക് ഗെയിം തന്നെ നഷ്ടപ്പെടുത്താൻ പോകുന്ന കാര്യമായിരുന്നു. വളരെ മികച്ച രീതിയിൽ തന്നെ പട്ടിദാർ ബൗളേഴ്സിനെ ഇന്നലെ ഉപയോഗിച്ചിരുന്നു. എല്ലാ മത്സരത്തിലും പവർ പ്ലേയിൽ ആദ്യം വരുന്ന ഹേസൽവുഡിന് പകരം യാഷിനെ 2ാം ഓവറിൽ കൊണ്ടുവന്ന് രോഹിത്തിന്റെ വിക്കറ്റ് എടുത്തത് ഇംപ്രസീവ് ആയിരുന്നു. ഒപ്പം സുയാഷിന്റെ മിഡിൽ ഓവർ സ്പെല്ല് ഇന്നലെ വളരെ ഗംഭീരമായിരുന്നു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഹാർദിക് ഇന്നലെ ചെയ്തിരുന്നു. പക്ഷേ നിർഭാഗ്യം കഴിഞ്ഞ മത്സരത്തിലേതുപോലെ തന്നെ ഇന്നലെയും ഹാർദിക്കിന്റെ ഭാഗത്തായിരുന്നു. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ RCB 221 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 209 നേടാൻ മാത്രമേ മുംബൈക്ക് സാധിച്ചുള്ളൂ.